ഇനി തീരുമാനിക്കാനൊന്നുമില്ല. കടുവാശ്ശേരിയിലെ കേസ് അങ്ങോട്ട് ഉറപ്പിക്കാൻ നല്ലത്. ഒന്നും രണ്ടും അല്ല, 48ാമത്തെ പെണ്ണ് കാണില്ല. മൂപ്പർക്ക് പെണ്ണ് കിട്ടണമെന്നൊന്നും ഉണ്ടാവില്ല. പെണ്ണും പിടക്കൊഴിയും ആയാലേ ഇങ്ങനെ ഒറ്റയാനെ പോലെ ചുറ്റിക്കറങ്ങി നടക്കാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ അപ്പോട്ട് എന്നും ഇങ്ങനെ നിൽക്കണമെന്നാണോ? എല്ലാരും കൂടെ കാര്യമായിട്ടൊന്ന് ഉത്സാഹിക്കണം. ഉത്സാഹിക്കാഞ്ഞിട്ടാണോ? 100 കൂട്ടം തടസ്സങ്ങൾ. ഒന്നുകിൽ ജാതകം ചേരില്ല, അല്ലെ പെണ്ണിന് ഇഷ്ടാവില്ല. ഇക്കണക്കിന് പോയാ അപ്പൂട്ടിന് ഈ ജന്മത്തൊരു കല്യാണം ഉണ്ടാവില്ല. അത് വിടു കുട്ടപ്പ, ഈ ഓമനക്കുട്ടിനെ എല്ലാരും പാസ്സാക്കി വിട്ടിരിക്കും. ഇതാ സംശയമുണ്ടോ? സംശയമുണ്ട്. പെണ്ണിനെ കണ്ടുവന്നിരിക്കുന്ന ഇക്കായ ആയതുകൊണ്ട് അല്പ സംശയമുണ്ട്. ആ ബ്രോക്കർ എത്തിയല്ലോ. മതോട്ടാ, കടുപ്പത്തിലൊരു ചായ. ആ മണി 10 ഇനി അപ്പോട്ടിനെത്തിയില്ലേ? ഇല്ല, ഇപ്പൊ എത്തും. അവന്റെ ഇന്നത്തെ കോളത്ത് രാമൻകുട്ടി കുറെ നാളായി അപ്പൂട്ടന്റെ പെണ്ണന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ. കൂടെ നടക്കുന്ന മണിയനൊരു പെണ്ണ് വേണ്ടേ? ഉണ്ടല്ലോ, നക്ഷത്രം തൃക്കേട്ട, 5 അടി 3 ഇഞ്ച് പൊക്കം, ചെമ്പകപ്പൂവിന്റെ നിറം, ഒറ്റ മകൾ, 1 കിലോ സ്വർണം, 5 ലക്ഷം രൂപയുടെ സ്വത്ത്. നല്ല യോഗ്യതയുള്ള കുട്ടി. ധൈര്യമായിട്ട് എന്ത് ജോലി ഏൽപ്പിക്കാം. ചുറ്റുപാട് നോട്ടമെത്തും. പെണ്ണിന്റെ 2 കണ്ണും 2 ദിക്കിലേക്കാ. ഒന്ന് തെക്കോട്ടും മറ്റൊന്ന് വടക്കോട്ടും. നിന്റെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞാണോ? മണ്ടായി, എന്റെ അച്ഛൻ കെട്ടാതെ എങ്ങനെ ഞാനുണ്ടാവുക? എന്നാ ഈ പെണ്ണിനും കൂടി നിന്റെ അച്ഛനെ കൊണ്ട് കെട്ടിച്ചാ മതി. മാധവേട്ടാ, 2 ചായ. മാധവന്റെ കെട്ടുള്ള സ്വരത്തിനെന്താ അത്ര വലിയ കടുപ്പം? അമ്മയോട് തോറ്റതിന് അങ്ങാടിലെന്ന് പറഞ്ഞ പോലെ വീട്ടിലെ ദേഷ്യവാൾ ഇവിടെ തീർക്കുക. ഒരെണ്ണം വിത്തൗട്ട്. നിനക്ക് പഞ്ചാരയാണെന്ന് ഞാൻ അറിഞ്ഞാ പോരെ, നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോടി. കൊണ്ടുപോയി കൊടുക്കടാ. ആ അപ്പുടനെത്തി. മാധവേട്ടാ, ഇനി ഇറങ്ങിയില്ലേ? പെട്ടെന്ന് വേണം. രാഗകാലത്തിനും കുളികാലത്തിനും മുമ്പ് കടുവാശ്ശേരിയിൽ എത്തണം. പെട്ടെന്നാവട്ടെ. അങ്ങേർക്ക് കടയടയ്ക്കാൻ കാരണമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോട്ടാ പോവാ. വാച ഒടിച്ച് നിക്കാതിരും തക്കടി. എന്റെ ഭഗവതി, പാവം എത്ര പെണ്ണ് കണ്ടതാ. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു. ഓ പിന്നെ എന്തിനാ നാടുനീളം ഇങ്ങനെ പെണ്ണ് കാണാൻ നടക്കുന്നത്? നാണം ഇല്ലാതെ. എന്തിനാടി ഈ കുശുമ്പ്? ചേച്ചി നോക്കിക്കോ, അപ്പൂട്ടം പെണ്ണ് കിട്ടാതെ കറങ്ങിത്തിരിഞ്ഞ് അവസാനം ഈ ചന്ദ്രികയുടെ അടുത്ത് തന്നെ വരും. ചന്ദ്രകേന്ദ്ര ബൃഹസ്പതി ഗജകേസരി യോഗമാണ്. നീചഭംഗ രാജയോഗവും ഉണ്ട്. മന്ത്രി വരെ ആവാനുള്ള യോഗം അപ്പൂട്ടന്റെ ജാതകത്തിൽ കാണുന്നുണ്ട്. അടുത്ത ഇലക്ഷന് ഞങ്ങൾ അപ്പൂട്ടനെ താമരക്കുളത്ത് നിർത്താൻ പോവാ. പക്ഷെ അത് ഫലത്തിൽ വരണമെങ്കിൽ അപ്പൂട്ടന്റെ വിവാഹം കഴിയണം. ഓമനക്കുട്ടിയുടെ അപ്പൂട്ടന്റെയും ജാതകം അത്യുത്തമമാണ്. കാപ്പി കുടിക്കാം. കുട്ടി ഇതൊത്ത് എനിക്കിഷ്ടമായി. എനിക്കിഷ്ടമായി. നീ എന്ത് പറയുന്നു? എനിക്കിഷ്ടമായി. ബിസ്ക്കറ്റോ പെണ്ണോ? രണ്ടും. എന്നാ നമുക്ക് താമസിപ്പിക്കണ്ട. വരുന്ന ചിങ്ങത്തില് കല്യാണം അങ്ങ് നടത്താം. ഞങ്ങൾക്ക് വേറെ ഡിമാൻഡ് ഒന്നുമില്ല. അപ്പൂട്ടന്റെ കല്യാണം ആവുമ്പോ താമരക്കുളമൊന്ന് ഇളകും. നാട്ടുകാർ മുഴുവൻ കല്യാണത്തിനുണ്ടാവും. ഒരു വിരോധവും ഇല്ല. നമുക്ക് കെങ്കേമാക്കാം. അപ്പൂട്ടനും ഓമനക്കുട്ടിക്കും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആവാം. അയ്യോ, എനിക്കൊന്നും സംസാരിക്കാനില്ല. നമുക്ക് ചിങ്ങത്തിൽ തന്നെ നടത്താം. സത്യ പാലക്കാട് ഹരിഹരയിലെയാണ് ഏൽപ്പിക്കുന്നത്. ആഹാ, എന്നാ പിന്നെ ചോദ്യമില്ല. അപ്പൊ ആരെ കൈപ്പുണ്യുള്ള ആളല്ലേ? മണിയാ, വാ പോവാം. എന്താ പുട്ടാ? എനിക്ക് പെണ്ണിന് ഇഷ്ടമായില്ല. അപ്പൊ നീയല്ലേ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായി? അത് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു. ഒന്നുകൂടെ നോക്കിയപ്പോ പെണ്ണിന് ഉയരം പോരാ. അപ്പൂട്ടന്റെ ചുമലിനൊപ്പം പൊക്കമുണ്ടല്ലോ. അതുപോരാ. മാത്രമല്ല പെണ്ണിന് നിറവില്ല, സംസാരിച്ചേക്കാൻ സമയമില്ല. വാ. ഈത്ത വിളിക്കരുത്. എന്താണ് തോന്നിയാസം കാണിക്കുക? നീ ഞങ്ങളെ നാട്ടിക്കാൻ തന്നെ ഉദ്ദേശം? ബഹളം ഉണ്ടാക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഒന്ന് നോക്കാം. വണ്ടി നേരെ പുലിപ്പറമ്പിലേക്ക് പോട്ടെ. അവിടെ ഒരു കുട്ടിയുണ്ട്. പുലിപ്പറമ്പല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. നിനക്ക് എങ്ങനെ ബ്രോക്കർ വരെ അറിഞ്ഞാൽ മതിയല്ലോ. നിന്നോടൊപ്പം ഉള്ള പെണ്ണ് കാണാൻ ഇന്ന് അവിടെ നിർത്തിയിരിക്കുന്നു. പറയണം, എന്താണ് പെണ്ണിന് കുഴപ്പം? കുഴപ്പമുണ്ട്. എടാ, അവള് മറ്റൊരാളുമായിട്ട് അടുപ്പത്തില്ല. ഈ കല്യാണം ഒന്ന് മുടക്കി കൊടുക്കാൻ കരഞ്ഞ് കാല് പിടിച്ചു. അപ്പൊ നീ അലിഞ്ഞു. പിന്നല്ലാണ്ട് മനസ്സിൽ മറ്റൊരാളെയും കൊണ്ട് കിടക്കുന്ന ഒരു പെണ്ണിനെ അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ കെട്ടുക? പാപമല്ലേ? നല്ലൊരു കുട്ടിയായിരുന്നു. യോഗമില്ലടാ പുട്ടാ നിനക്ക്. റോഡ് വെട്ടിന്റെ ഉദ്ഘാടന ചുമതല എന്നെ ഏൽപ്പിച്ച നാട്ടുകാരോട് എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ ഈ കർമ്മപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നേക്കാൾ യോഗ്യത താമരക്കുളത്തെ തലമുതിർന്ന കർഷക തൊഴിലാളിയായ കുമാരേട്ടനാണ്. അതിനായി ശ്രീ കുമാരേട്ടനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കുമാരേട്ടൻ മുമ്പോട്ട് വന്നേ. പറിച്ചു വെച്ച് കൊടുക്കാൻ പറ്റേ? പത്രത്തിൽ ഫോട്ടോ വാർത്തയൊക്കെ വരണ്ടേ? ഈ സ്വല എവിടെ? ഈ സ്വല എവിടെ പോയി കിടക്കുന്നത്? സ്വന്തം ലേഖനത്തി ഉദ്ഘാടന പ്രസംഗം ഒന്നുകൂടാകട്ടെ. വേണ്ട, നീ ഫോട്ടോ എടുത്താൽ മതി. അപ്പൂട്ടാ, ആ മമ്മൂട്ടി ഒന്നുകൂടെ വാങ്ങിട്ട് കൊടുക്കും.
അപ്പൂട്ടാ ഒന്ന് ചിരിച്ചേ. കുമാരേട്ടാ ഒന്ന് വികാര നിർഭരനായി നിന്നേ. കുമാരേട്ടാ, അടി വയറ്റിന്ന് മോശം കേറി മുഖത്ത് വരട്ടെ. ക്യാമറയുടെ മുമ്പിൽ വികാരം കാണിക്കുക ഇയാളെന്താ വല്ല മമ്മൂട്ടിയ മോഹൻലാലാണോ? പകൽ അന്ത്യോളം പാടത്ത് പണിയെടുത്ത് അരിയും മുളകും കുടിലേക്ക് വാങ്ങിച്ചിട്ട് വന്ന ഇയാളുടെ മുഖത്തെ ഒരു വികാരം ഉണ്ടാവൂ. താ ഫോട്ടോ എടുക്കണോ? തുടങ്ങിക്കോ. വരട്ടെ, റോഡ് വെട്ടാൻ വരട്ടെ. അച്യുതൻ നമ്പ്യാരുടെ പറമ്പിൽ കൂടി റോഡ് വെട്ടാൻ പാടില്ലെന്ന കൽപ്പന. ആരുടെ കൽപ്പന? കോഴിക്കാട്ടിൽ അച്യുതൻ നമ്പ്യാരുടെ കൽപ്പന. സർക്കാരിൽ നിന്ന് ഉത്തരവ് വാങ്ങിയതാ. ഞങ്ങൾ റോഡ് വെട്ടും. തടയാൻ ധൈര്യമുള്ളവൻ തടയടാ. എവിടാ നിന്റെയൊക്കെ കോഴിക്കടൻ? പിന്നെ എന്തൊക്കെയുണ്ട് അപ്പൂട്ടാ? കല്യാണക്കാരൊക്കെ ഉടമ്പടിയായി. കടുവാശ്ശേരിലെ പെണ്ണുങ്ങളെല്ലാം കലങ്ങെന്ന് കേട്ടല്ലോ. ചേട്ടാ, ഞാനതല്ല ആലോചിക്കുന്നത്. ഇത്രയൊക്കെ ജനസമ്മതി ഉണ്ടായിട്ടും ഇവനെന്താ പെണ്ണ് കിട്ടാത്തത്? ഇനി എന്റെ സഹായം വല്ലതും ആവശ്യമുണ്ടോ? അതിന് കോഴിക്കാട്ടിൽ അച്യുതൻ നമ്പ്യാർക്ക് എങ്ങാണ്ടെന്നും തട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന പാച്ചാളം തങ്കമ്മയില് പെമ്മക്കളൊന്നും ഇല്ലല്ലോ. അല്ല പൂട്ടാ, നമ്മൾ തമ്മിലൊരു വാക്കേറ്റം വേണ്ട. എന്റെ പ്രവൃത്തിക്കുള്ള റോഡ് വിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അന്ന് മന്ത്രിയുടെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് നിങ്ങൾ എന്നെ സമ്മതിച്ചല്ലേ? അതന്ന് അതേ മന്ത്രി തന്നെയാണ് സ്വന്തം ആൾക്കാർ ഉപയോഗിച്ച് വോട്ട് തിരിമറി നടത്തി എന്നെ തോൽപ്പിച്ചത്. അതുകൊണ്ടാണ് നീ ജയിച്ചത്. അതുകൊണ്ട് ഈ നാട് രക്ഷപ്പെട്ടില്ലേ? നിർത്ത അപ്പൂട്ടാ, എന്തിനത്ര തിടുക്കത്തിൽ ഇവിടെ റോഡ് വെട്ടേണ്ട ആവശ്യം? നമ്പ്യാർക്കറിയാലോ, താമരക്കുളത്തുകാർക്ക് ഒരു അസുഖം വന്ന ആശുപത്രിയിലേക്ക് പോകേണ്ടത് വട്ടക്കുഴി കവല വഴിയാ. ഒരു സ്ത്രീക്ക് പ്രസവവേദന വന്ന 8 കിലോമീറ്ററോളം വണ്ടി ഓടേണ്ട നമ്പ്യാര് ഈ റോഡ് വന്നാൽ അത് എളുപ്പമാവില്ലേ? നീ ഒരു പെണ്ണ് കെട്ടി അവള് ഗർഭിണിയായി അവക്ക് പ്രസവവേദന വരുമ്പോഴല്ലേ അത് അപ്പ നോക്കിയാ പോരാ പൂട്ടാ. ഈ റോഡ് വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി തന്റെ സമ്മതം ഒന്നും വേണ്ട. നോക്കി നിൽക്കാതെ കയറി വിട്ടടാ.